ഇന്ന് നമ്മള് ഈ സാൽമൺ വെച്ചിട്ട് ഒരു ക്രീമി സാൽമൺ ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. സാൽമൺ ടെസ്ക, അതിന്റെ ഒരു നമ്മുടേതായ രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് സിമ്പിൾ ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് ഇതിൽ എന്നിട്ടൊക്കെ വേണം നോക്കാം. ഇതിപ്പോ നമ്മള് ഒരു 6 പീസ് സാൽമൺ എടുത്തിട്ടുണ്ട്. 6 പീസ് ഞാൻ തന്നെ മേടിച്ച് കട്ട് ചെയ്താ ചെറിയ പീസ് വിത്ത്. ഞാൻ ഇതിന്റെ സ്കിന്ന് കളഞ്ഞിട്ടില്ല. സ്കിന്ന് കളയാൻ താല്പര്യമുള്ളവർക്ക് സ്കിന്ന് കളഞ്ഞിട്ടുണ്ടാക്കാം. പക്ഷെ എനിക്ക് ഇതിന്റെ സ്കിന്ന് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് സ്കിന്ന് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറി ടൊമാറ്റോ ആണ് ഇതിലൊരു പ്രധാന ഇൻഗ്രീഡിയന്റ്. ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായ ടൊമാറ്റോ ആണ്. പിന്നെ അതുപോലെ ക്രീം, ഇത് ഹെവി ക്രീമാണ്. ഇത് ഇതിലത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാർമസൻ ചീസാണ്. പിന്നെ നമ്മൾ കുറച്ച് സ്പിനാച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് ഒലിവ് ഓയിലും അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും സാൾട്ടും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഈ സാൽമൺ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ കുറച്ച് സോൾട്ടും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോ നമുക്കിനി ഈ സാൽമൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും ബട്ടറും ഇട്ടിട്ട് നമ്മൾ അതിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം. അപ്പൊ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു. നമുക്ക് ഇതൊന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഈ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടറൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഫിഷ് അതിലേക്ക് വെച്ചു കൊടുക്കാൻ പോകണം. അപ്പൊ നമ്മുടെ സാൽമൺ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാൻ പോവാണ്. ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഈ ഓയിൽ തന്നെയാണ് ബാക്കിയുള്ള കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇനി കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്കാണ്, നല്ല ഫൈനലി ചോപ്ഡ് ഗാർലിക്കാണ്. ഇത് നമ്മൾ ഈ ഓയിലേക്ക് ഇടാം. നമ്മൾ സാൽമൺ വറുത്ത സെയിം പാനാണ്, അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് ഇടാൻ പോണത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായില്ല, ഇത് മറന്നുപോയതാണ്. ഇനി നമ്മള് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറി ടൊമാറ്റോ ആണ്. അപ്പൊ ഇത് നമുക്ക് രണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്കിടാം. അപ്പൊ നമ്മൾ ഈ ടൊമാറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ. അപ്പൊ നമുക്ക് ഈ കുറച്ചു നേരം ഈ ടൊമാറ്റോസ് ഒന്ന് കുക്കാവുന്ന വരെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഹെവി ക്രീം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാൻ പോവാണ്.
നമ്മൾ ഈ സ്പിനാച്ച് ഇതിലേക്ക് ഇടാൻ പോകണ്ട. ഇത് നമ്മള് ഇവിടെ നിന്ന് ബേബി സ്പിനാച്ച് സ്പിനാച്ച് ലീവ്സ് മേടിച്ചത്. നമുക്കിതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് അത് കുക്കാവണ വരെ കുറച്ചു നേരം ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മളിതൊന്ന് കുറച്ചു നേരം മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മളിനി ഇതിലേക്ക് ചീസ് ഇടാൻ പോവാണ്. ഇത് ഗ്രേറ്റഡ് പാർമസാൻ ചീസാണ്. ചീസ് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാം. ചീസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ നമ്മള് നമ്മുടെ ഈ സാൽമൺ ഇതിന്റെ മുകളിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്രീമി ടസ്കൻ സാൽമൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാൽമണിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന് കുറേ പേര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് കേട്ടോ ഞാനും. പക്ഷെ പല പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാൽമണിൻ്റെ ആ ഒരു നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ് മാറി വേറൊരു ടേസ്റ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് കഴിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈപ്പിൽ പെടുത്താൻ പറ്റണ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ സാൽമൺ ഇഷ്ടമില്ലാത്തവർ അതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇത് അതിന് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.